ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സ്റ്റുഡൻസ് ഫോക്കസ്. ഇന്നത്തെ നമ്മളുടെ വീഡിയോയുടെ ടോപ്പിക്കാണ് പ്രൊഡക്ഷൻ ഒപ്റ്റിമൈസേഷൻ. നിങ്ങൾ ഒരു പ്രൊഡ്യൂസർ ആണെന്ന് വിചാരിക്കുക. നിങ്ങളൊരു പ്രൊഡ്യൂസർ ആണെങ്കിൽ നിങ്ങൾ ബിസിനസ് ഫേം റൺ ചെയ്യുന്നതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്? പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. നിങ്ങൾക്ക് പ്രോഫിറ്റ് മാക്സിമം ജനറേറ്റ് ചെയ്യണം. പ്രോഫിറ്റ് മാക്സിമം ജനറേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സിൻ്റെ കോസ്റ്റ് മിനിമൈസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് 100 യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ള യൂണിറ്റ്, നിങ്ങൾക്ക് സെയിൽ ആവുന്ന യൂണിറ്റ് 100 യൂണിറ്റ്സ് ആണ്. 100 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ 2 ഫാക്ടേഴ്സാണ് യൂസ് ചെയ്യുന്നത്, ഫാക്ടർ എയും ഫാക്ടർ ബിയും. അതിൽ നിങ്ങൾ കണ്ടുപിടിക്കേണ്ട കോമ്പിനേഷൻ എങ്ങനെയാണ്? ഇപ്പോൾ ഫാക്ടർ എ 2 യൂണിറ്റും ഫാക്ടർ ബി 3 യൂണിറ്റും വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി ഫാക്ടർ എ 3 യൂണിറ്റും ഫാക്ടർ ബി 2 യൂണിറ്റും യൂസ് ചെയ്യാം. അങ്ങനെ പല പല കോമ്പിനേഷൻസ് നിങ്ങൾക്ക് മാറി മാറി നോക്കാൻ പറ്റും. ഇതിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എങ്ങനത്തെ കോമ്പിനേഷൻ കണ്ടുപിടിക്കണം? ഏത് കോമ്പിനേഷനിലാണോ നിങ്ങൾക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് കിട്ടുകയും വേണം, കോസ്റ്റ് ഏറ്റവും മിനിമം കോസ്റ്റ് ആയിരിക്കുകയും വേണം. അങ്ങനെയുള്ള ഒരു കോമ്പിനേഷനാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ശരിയല്ലേ? ഒരു പ്രൊഡ്യൂസർ എന്നുള്ള ലെവലിൽ അങ്ങനെ ഒരു കോമ്പിനേഷനാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. സോ അതാണ് നമ്മളുടെ ഈ ടോപ്പിക്കിൽ വരുന്നത്. നമ്മൾ പ്രൊഡക്ഷൻ ഒപ്റ്റിമൈസേഷൻ നമ്മൾ നോക്കുന്നത് പ്രൊഡ്യൂസറുടെ പോയിന്റ് ഓഫ് വ്യൂ എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രൊഡക്ഷൻ ഒപ്റ്റിമൈസേഷനിൽ വരുന്നത് എന്താണ്? പ്രൊഡ്യൂസർ ഇക്വിലിബ്രിയമാണ് വരുന്നത്. നമ്മൾ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ പഠിച്ചപ്പോൾ നമ്മൾ കൺസ്യൂമർ ഇക്വിലിബ്രിയം പഠിച്ചു. കാരണം അതിൽ നമ്മൾ കൺസ്യൂമറുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നാണ് നമ്മൾ നോക്കുന്നത്. ഇതിൽ പ്രൊഡ്യൂസറുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ പ്രൊഡ്യൂസർ ഇക്വിലിബ്രിയമാണ് വരുന്നത്. നമ്മളുടെ കൺസ്യൂമർ എന്തെങ്കിലും ഒരു ഗുഡ്സ് ഡിമാൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നത് എന്തിൻ്റെ ബേസിലാണ്? അവരുടെ ബഡ്ജറ്റ് ലൈനിൻ്റെ ബേസിലാണ്. ശരിയല്ലേ? അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡ്യൂസേഴ്സിനും ഒരു ബഡ്ജറ്റ് ലൈൻ ഉണ്ട്. കാരണം അവരുടെ കയ്യിൽ എത്ര രൂപയാണുള്ളത് അതിൻ്റെ ബേസിസിലല്ലേ അവർ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ 1000 റുപ്പീസാണ്, നിങ്ങളൊരു പ്രൊഡ്യൂസർ ആണല്ലോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ 1000 റുപ്പീസാണ് പ്രൊഡക്ഷന് വേണ്ടി സ്പെൻഡ് ചെയ്യാനുള്ളൂ. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് 5000 റുപ്പീസ് സ്പെൻഡ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ പറഞ്ഞാൽ അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ അതുപോലെ നമ്മളുടെ കൺസ്യൂമേഴ്സിൻ്റെ ബഡ്ജറ്റ് ലൈൻ പോലെ തന്നെ നമ്മളുടെ പ്രൊഡ്യൂസേഴ്സിനും ഒരു ബഡ്ജറ്റ് ലൈൻ വരുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ഐസോ കോസ്റ്റ് ലൈൻ അല്ലെങ്കിൽ ഈക്വൽ കോസ്റ്റ് ലൈൻ എന്നും അതിനെ പറയും. അപ്പോൾ ഐസോ കോസ്റ്റ് ലൈൻ എന്താണ്? നമ്മളുടെ കൺസ്യൂമേഴ്സിൻ്റെ ബഡ്ജറ്റ് ലൈൻ പോലെ തന്നെയാണ് പ്രൊഡ്യൂസേഴ്സിൻ്റെ ഐസോ കോസ്റ്റ് ലൈൻ വരുന്നത്. ഇനി ഐസോകോണ്ട് വരുന്നുണ്ട്. ഐസോകോണ്ട് എന്താണ്? നമ്മളുടെ കൺസ്യൂമർ ബിഹേവിയർ നമ്മൾ പഠിച്ചു. അപ്പോൾ അതിൽ ഇൻഡിഫറൻസ് കർവ് വന്നില്ലേ? അതുപോലെ തന്നെ നമ്മളുടെ പ്രൊഡക്ഷൻ്റെ കേസിൽ, പ്രൊഡ്യൂസേഴ്സിൻ്റെ കേസിൽ നമ്മൾ നോക്കുമ്പോൾ വരുന്നത് പ്രൊഡക്ഷനെ റിലേറ്റ് ചെയ്ത് വരുന്നതാണ് ഐസോകോണ്ട്. ഐസോ മീൻസ് ഈക്വൽ ആൻഡ് ക്വാണ്ട് മീൻസ് ക്വാണ്ടിറ്റി. അപ്പോൾ ഇൻഡിഫറൻസ് കർവിന് പകരം നമ്മളുടെ പ്രൊഡക്ഷൻ റിലേറ്റഡ് വരുന്ന ഏതാണ്? ഐസോകോണ്ട് കർവ്. ഇത് ജസ്റ്റ് നമ്മൾ ഇൻട്രൊഡക്ഷനായിട്ട് നോക്കിയതാണ്. നമ്മൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഇത് എന്താണെന്ന്. അപ്പോൾ ഫസ്റ്റ് വൺ നമ്മൾ നോക്കാൻ പോകുന്നത് ഐസോകോൺസ്. ആൻഡ് ഐസോകോൺ റെപ്രസെൻറ്റ്സ് ഓൾ ദോസ് കോമ്പിനേഷൻസ് ഓഫ് ഇൻപുട്സ് വിച്ച് ആർ കേപ്പബിൾ ഓഫ് പ്രൊഡ്യൂസിങ് ദ സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട്. അതായത് നമ്മൾക്കിപ്പോൾ 100 യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതെങ്കിൽ 100 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മളുടെ കയ്യിലുള്ള ഫാക്ടേഴ്സ് നമുക്ക് പല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മളുടെ കയ്യിലുള്ള 2 ഫാക്ടേഴ്സ് ലേബറും ക്യാപിറ്റലും ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾക്ക് ഒന്നുകിൽ ലേബർ 5 യൂണിറ്റ്, ക്യാപിറ്റൽ 2 യൂണിറ്റ്, അല്ലെങ്കിൽ ലേബർ 3 യൂണിറ്റ്, ക്യാപിറ്റൽ അതനുസരിച്ച് നമ്മൾക്കിപ്പോൾ 4 യൂണിറ്റ് അങ്ങനെ ചെയ്യണോ, അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് കോമ്പിനേഷൻസ് പല രീതിയിൽ ചേഞ്ച് ചെയ്ത് നോക്കാനായിട്ട് സാധിക്കും. എന്നിട്ട് നമ്മൾ ഇതിൽ ഏത് കോമ്പിനേഷനാണ് ചൂസ് ചെയ്യുന്നത്? നമ്മൾക്ക് ആവശ്യമുള്ള റിസൾട്ടും പ്രൊഡ്യൂസ് ചെയ്യണം, പ്ലസ് നമ്മൾക്കത് ലീസ്റ്റ് കോസ്റ്റിൽ പ്രൊഡ്യൂസ് ചെയ്ത് കിട്ടുകയും വേണം. അങ്ങനെയുള്ള കോമ്പിനേഷൻസ് ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന കർവാണ് നമ്മൾ ഐസോകോൺസ് അല്ലെങ്കിൽ ഐസോകോൺ കർവ്. ഐസോകോണിലാണ് നമ്മൾ ഒരു ഐസോകോൺ കർവിൽ നമ്മൾക്ക് ആ ഡിസൈർഡ് ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ആവശ്യമായ വേരിയസ് കോമ്പിനേഷൻസ് അതിൽ റെപ്രസെൻറ്റ് ചെയ്യപ്പെടുന്നു. എന്നിട്ട് അതിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന ഏത് കോമ്പിനേഷനാണ്? നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ലീസ്റ്റ് കോസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന കോമ്പിനേഷനാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. സിൻസ് ആൻ ഐസോകോൺ കർവ് റെപ്രസെൻറ്റ്സ് ഓൾ ദോസ് കോമ്പിനേഷൻസ് ഓഫ് ഇൻപുട്സ് വിച്ച് yield an equal quantity of output, the producer is indifferent as to which combination he chooses. അതായത് നമ്മളുടെ ഇൻഡിഫറൻസ് കർവിൽ നമ്മൾ ഒരു സെയിം ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ആവശ്യമായ പല കോമ്പിനേഷൻസ്, നമ്മളുടെ കയ്യിലുള്ള ഇൻപുട്ട് ഫാക്ടേഴ്സിൻ്റെ പല കോമ്പിനേഷൻസ് ആണ് നമ്മൾ ഒരു ഐസോകോൺ കർവിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രൊഡ്യൂസർ ഏത്
കോമ്പിനേഷൻ ചൂസ് ചെയ്താലും കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇപ്പോൾ 100 യൂണിറ്റ്സ് ആണ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അതിൻ്റെ കർവ് ആണെങ്കിൽ നമ്മൾ ഏത് കോമ്പിനേഷൻ ചൂസ് ചെയ്താലും നമുക്ക് 100 ക്വാണ്ടിറ്റി തന്നെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതിൻ്റെ കോസ്റ്റ് ഡിഫറെൻ്റ് ആയിരിക്കും എന്ന് മാത്രം. Therefore, isocones are also called equal product curve, production indifference curve or iso product curve. നമ്മുടെ ഐസോകോൺ കർവിനെ നമ്മൾ ഈ പേരുകളിലുമെല്ലാം അറിയപ്പെടുന്നുണ്ട്. നമ്മൾക്കത് ഒരു ഷെഡ്യൂളിൻ്റെ ഹെൽപ്പിൽ നോക്കാം. അപ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പോൾ പ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന നമ്മൾ 5 കോമ്പിനേഷൻസ് ആണ് ഇവിടെ നോക്കുന്നത്. 5 ഫാക്ടർ കോമ്പിനേഷൻസ്. നമ്മൾ 2 ഫാക്ടേഴ്സാണ് പ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്, ഫാക്ടർ എക്സും ഫാക്ടർ വൈയും. ഈ കേസിൽ നമ്മളിവിടെ ഔട്ട്പുട്ട് മെൻഷൻ ചെയ്യാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഏത് കോമ്പിനേഷൻ യൂസ് ചെയ്ത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്താലും നമ്മൾക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് സെയിം ആണ്. ഇപ്പോൾ എക്സാമ്പിൾ 100 ക്വാണ്ടിറ്റി ആണെങ്കിൽ നമ്മൾ ഏത് ഓപ്ഷൻ ചൂസ് ചെയ്താലും ഏത് കോമ്പിനേഷൻ ചൂസ് ചെയ്താലും എല്ലാം നമ്മൾക്ക് വരുന്നത് എത്രയാണ്? 100 ക്വാണ്ടിറ്റി ഔട്ട്പുട്ട് തന്നെയാണ് നമ്മൾക്ക് വരുന്നത്. അതുകൊണ്ടാണ് നമ്മളിവിടെ ഔട്ട്പുട്ട് സെപ്പറേറ്റ് മെൻഷൻ ചെയ്യാത്തത്. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി ഞാൻ വേറൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അപ്പോൾ അത് കഴിഞ്ഞ് നോക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. നമ്മളുടെ ഈ ഷെഡ്യൂൾ തൽക്കാലം നമുക്ക് മറക്കാം. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു 100 റുപ്പീസ് ഉണ്ടെന്ന് വിചാരിക്കുക. നിങ്ങളുടെ കയ്യിൽ 100 റുപ്പീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 പ്രൊഡക്ട്സ് വാങ്ങിക്കണം. പ്രൊഡക്റ്റ് എക്സും വാങ്ങിക്കണം, പ്രൊഡക്റ്റ് വൈയും വാങ്ങിക്കണം. ഈ 100 റുപ്പീസിൽ നിങ്ങൾ 50 റുപ്പീസിന് പ്രൊഡക്റ്റ് എക്സ് വാങ്ങിക്കുവാണെങ്കിൽ ബാക്കി 50 റുപ്പീസിനല്ലേ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് വൈ വാങ്ങിക്കാൻ പറ്റുള്ളൂ, ശരിയല്ലേ? ഇനി നിങ്ങൾക്ക് പ്രൊഡക്റ്റ് വൈ കുറച്ചിട്ട് പ്രൊഡക്റ്റ് എക്സ് കൂട്ടി വാങ്ങിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് എക്സ് 50 പോരാ, ഒരു 70 ക്വാണ്ടിറ്റി നിങ്ങൾക്ക് പ്രൊഡക്റ്റ് എക്സ് മേടിക്കണം എന്ന് വിചാരിക്കുക. നിങ്ങൾ എന്ത് ചെയ്യണം? ഈ സെക്കൻഡ് പ്രൊഡക്റ്റിൻ്റെ ക്വാണ്ടിറ്റി നിങ്ങൾ കുറയ്ക്കേണ്ടി വരും. കാരണം എന്താ? നിങ്ങളുടെ കയ്യിൽ ഇത്രയല്ലേ സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇത് 50 എന്നുള്ളത് കുറച്ചിട്ട് ഇതൊരു 30 ആക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 70 മേടിക്കാനായിട്ട് പറ്റും. നമ്മുടെ ഫാക്ടർ എക്സ് അല്ലെങ്കിൽ ഫസ്റ്റ് പ്രൊഡക്റ്റ് നിങ്ങൾക്ക് 70 മേടിക്കാൻ പറ്റും. ഇനി നിങ്ങൾക്ക് നമ്മുടെ ഫസ്റ്റ് ഫാക്ടർ, അതായത് നമ്മുടെ പ്രൊഡക്റ്റ് എക്സ് എന്നുള്ളത് ആ ഫസ്റ്റ് പ്രൊഡക്റ്റ് നിങ്ങൾക്ക് 80 മേടിക്കണം എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മളുടെ ഈ സെക്കൻഡ് പ്രൊഡക്റ്റിൻ്റെ ക്വാണ്ടിറ്റി പിന്നെയും കുറയ്ക്കേണ്ടി വരും. ഇതൊരു 20 ക്വാണ്ടിറ്റി ആയിട്ട് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ 80 ക്വാണ്ടിറ്റി ഫസ്റ്റ് പ്രൊഡക്റ്റിനെ മേടിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിച്ചാൽ അറിയാം, നിങ്ങൾക്ക് ഫസ്റ്റ് പ്രൊഡക്റ്റ് ഇൻക്രീസ് ചെയ്തുകൊണ്ട് വരണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ സെക്കൻഡ് പ്രൊഡക്റ്റ് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും, ശരിയല്ലേ? ആദ്യം 50 ആണ് നിങ്ങൾ പ്ലാൻ ചെയ്തത്, പിന്നെ അത് മാറ്റി 30 ആക്കേണ്ടി വരും, അല്ലെങ്കിൽ 20 ആക്കേണ്ടി വരും. അതനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. സോ ഇത് നിങ്ങൾക്ക് ഇപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? അപ്പോൾ നമ്മൾക്കിനി പ്രൊഡക്ഷൻ്റെ ലെവലിലോട്ട് വരാം. ഇവിടെ ഫാക്ടേഴ്സ് ഫാക്ടർ എക്സ്, ഫാക്ടർ വൈ, 2 ഫാക്ടേഴ്സാണ് ഉള്ളത്. അപ്പം നമ്മൾ ഫസ്റ്റ് കോമ്പിനേഷനിൽ എടുക്കുന്ന ഏതാണ്? ഫാക്ടർ എക്സിൻ്റെ 1 യൂണിറ്റും ഫാക്ടർ വൈയുടെ 12 യൂണിറ്റ്സുമാണ് നമ്മൾ എടുക്കുന്നത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമുക്ക് 100 യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. സെക്കൻഡ് കേസിൽ സെക്കൻഡ് കോമ്പിനേഷൻ നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് ഫാക്ടർ എക്സ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ ഫാക്ടർ വൈ സാക്രിഫൈസ് ചെയ്യണം. സോ ഫാക്ടർ വൈ 12 യൂണിറ്റ്സ് എന്നുള്ളത് നമ്മളത് സാക്രിഫൈസ് ചെയ്തു 8 യൂണിറ്റ്സ് ആക്കി. അപ്പം നമ്മളുടെ മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ MRTS എത്ര വന്നു? 4 വന്നു. നമ്മുടെ സാക്രിഫൈസിൻ്റെ ലെവലാണ് അവിടെ വരുന്നത്. നമ്മൾ 12 നിന്ന് 8 ആക്കി 4 യൂണിറ്റ്സ് സാക്രിഫൈസ് ചെയ്തു. അപ്പം നമ്മൾ പ്രൊഡക്റ്റ് എക്സ് 1 യൂണിറ്റ് ഇൻക്രീസ് ചെയ്തു. ഇനി നമ്മളുടെ തേർഡ് കോമ്പിനേഷൻ വന്നപ്പോൾ നമ്മളുടെ പ്രൊഡക്റ്റ് ഫാക്ടർ വൈ എന്നുള്ളത് 8 നിന്ന് നമ്മൾ പിന്നെയും സാക്രിഫൈസ് ചെയ്തു 5 ആക്കി. 3 യൂണിറ്റ്സ് നമ്മൾ സാക്രിഫൈസ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഫാക്ടർ എക്സ് എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. നമ്മളിങ്ങനെ പല കോമ്പിനേഷൻസ് നോക്കി. ഇതിൽ നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്ന ലെവലിൽ നമ്മൾ എന്താ പറയുന്നത്? മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ, MRTS. അപ്പം നമ്മൾക്ക് ഒരു ഫാക്ടർ നമ്മൾക്ക് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് വേണം? മറ്റേ ഫാക്ടർ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. കാരണം എന്താണ്? നമ്മളുടെ കയ്യിലുള്ള ബഡ്ജറ്റിനനുസരിച്ച് അത് നോക്കിയിട്ടല്ലേ നമ്മൾക്ക് ഫാക്ടേഴ്സിൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനോ ഫാക്ടേഴ്സ് ഇൻക്രീസ് ചെയ്യാനോ ചേഞ്ച് ചെയ്യാനോ ഒക്കെ സാധിക്കുള്ളൂ. അപ്പോൾ നമ്മൾക്കൊരു ഡിസൈഡ് ക്വാണ്ടിറ്റി, അതായത് 100 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായ വേരിയസ് കോമ്പിനേഷൻസ് ആണ് നമ്മളിവിടെ നോക്കിയത്. എന്നിട്ട് നമ്മൾ ഈ കോമ്പിനേഷൻസ് ഇന്നിങ്ങനെ പല പല കോമ്പിനേഷൻസ് നമ്മൾ നോക്കി. അതായത് ഒരെണ്ണം ലേബറോ ഒരെണ്ണം ക്യാപിറ്റലോ ആണെങ്കിൽ ഇപ്പോൾ ഇത് ക്യാപിറ്റലാണെന്ന് വിചാരിക്കുക, ഇത് ലേബർ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾക്ക് 12 യൂണിറ്റ്സ് ഓഫ് ലേബറും 1 യൂണിറ്റ് ഓഫ് ക്യാപിറ്റലും ആണോ നല്ലത്? നമ്മൾക്ക് ലീസ്റ്റ് കോസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്? അതോ 8 യൂണിറ്റ്സ് ഓഫ് ലേബറും 2 യൂണിറ്റ്സ് ഓഫ് ക്യാപിറ്റലും ആണോ? അങ്ങനെ നമ്മൾ പല കോമ്പിനേഷൻസ് നോക്കിയിട്ട് നമ്മൾ ഇതിൽ ഏത് കോമ്പിനേഷനാണ് ചൂസ് ചെയ്യുന്നത്? നമ്മൾക്ക് ഡിസൈഡ് ഔട്ട്പുട്ട് വേണം, അത്
ബെസ്റ്റ് കോമ്പിനേഷൻ ആയിരിക്കണം. ബെസ്റ്റ് കോമ്പിനേഷൻ മീൻസ് ലെസ് എക്സ്പെൻസിൽ നമ്മൾക്ക് ആവശ്യമുള്ള റിസൾട്ട് കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്ത് കിട്ടുകയും വേണം. അപ്പോൾ നമുക്ക് 100 യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതെങ്കിൽ 100 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണം, ലീസ്റ്റ് കോസ്റ്റിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണം. നമ്മൾ ഫസ്റ്റ് കേസിൽ ഇപ്പോൾ ഫസ്റ്റ് കോമ്പിനേഷനിൽ നമ്മൾ നോക്കുമ്പോൾ എക്സാമ്പിൾ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ 50 റുപ്പീസ് കോസ്റ്റ് ആവും എന്ന് വിചാരിച്ചു. സെക്കൻഡ് കേസിൽ നമ്മൾ നോക്കി അപ്പോൾ 45 ആവുന്നു. തേർഡ് കേസിൽ നമ്മൾ നോക്കി അപ്പോൾ 30 ആവുന്നു. അങ്ങനെ പല ഇതിൽ നോക്കിയിട്ട് നമ്മൾ ഏതാ ചൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഇവിടെ ഇപ്പോൾ 60 ആയെന്ന് വിചാരിക്കും. ഇവിടെ 60 ആയി, പിന്നെ ഇവിടെ 75 ആയി. അപ്പം നമ്മളിങ്ങനെ പല കോമ്പിനേഷൻസ് നോക്കിയിട്ട് നമ്മൾക്കിതിൽ ലീസ്റ്റ് കോസ്റ്റ് പ്രൊവൈഡ് ചെയ്തത് ഏതാണ്? നമ്മളുടെ ഓപ്ഷൻ സി എന്ന് പറഞ്ഞതാണ്. അല്ലെങ്കിൽ കോമ്പിനേഷൻ സി എന്ന് പറഞ്ഞ കോമ്പിനേഷനാണ്. അതിൽ 30 റുപ്പീസേ കോസ്റ്റ് ആവുന്നുള്ളൂ. സോ നമ്മളിങ്ങനെ പല കോമ്പിനേഷൻസ് നോക്കിയിട്ട് അതിൽ നിന്ന് നമ്മൾക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി പ്ലസ് നമുക്ക് ലീസ്റ്റ് കോസ്റ്റിൽ പ്രൊഡ്യൂസ് ചെയ്ത് കിട്ടുന്ന കോമ്പിനേഷൻ ഏതാണോ അതാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ ടോപ്പിക്ക് നന്നായിട്ട് ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾക്ക് ഇത് നമ്മളുടെ കേർവിൽ പ്ലേസ് ചെയ്ത് നമ്മുടെ ഗ്രാഫിൽ പ്ലേസ് ചെയ്തിട്ട് നോക്കാം. നമ്മൾ നോക്കാൻ പോകുന്നത് ഈക്വൽ പ്രൊഡക്റ്റ് കർവ് അല്ലെങ്കിൽ ഐസോകോൺ കർവാണ് നമ്മൾ ഫോം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നമ്മുടെ ആ ഷെഡ്യൂളിലുള്ള വാല്യൂസ് നമ്മളിവിടെ പ്ലോട്ട് ചെയ്തു. നമ്മളുടെ ഫാക്ടർ എക്സ് നമ്മളുടെ എക്സ് ആക്സിസിലും ഫാക്ടർ വൈ നമ്മൾ വൈ ആക്സിസിലും പ്ലോട്ട് ചെയ്തിട്ട് നമ്മളുടെ അവിടെയുള്ള 12 യൂണിറ്റ്സ് ഫാക്ടർ വൈ ആയിരുന്ന സമയത്ത് നമ്മളുടെ എക്സ് 1 യൂണിറ്റ് ആയിരുന്നു. സോ അത് നമ്മൾ ഇവിടെ പോയിന്റ് മാർക്ക് ചെയ്തു. ദെൻ സെക്കൻഡ് കേസിൽ നമ്മളുടെ 8 യൂണിറ്റ്സ് വൈ ആയിരുന്നു. നമ്മളുടെ പ്രൊഡക്റ്റ് എക്സ് എത്രയായിരുന്നു? 2 യൂണിറ്റ്സ്. സോ നമ്മളതിവിടെ പ്ലോട്ട് ചെയ്തു. പിന്നെ നമ്മളുടെ പ്രൊഡക്റ്റ് വൈ 5 യൂണിറ്റ്സ് ആയിരുന്നു. അപ്പോൾ 5 യൂണിറ്റ്സ് ആയപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് എക്സ് 3 യൂണിറ്റ്സ് ആയി. ഇത് ഞാൻ ഈ ഷെഡ്യൂളിൻ്റെ ബേസിൽ തന്നെയാണ് പറയുന്നത്. കണ്ടോ, 3 യൂണിറ്റ്സ് ഫാക്ടർ എക്സ് 3 യൂണിറ്റ്സ് ആയിരുന്നപ്പോൾ നമ്മുടെ ഫാക്ടർ വൈ 5 യൂണിറ്റ്സ്. അപ്പോൾ ഈ വാല്യൂസ് തന്നെ സെയിം നമ്മൾ ചാർട്ടിലേക്ക് ഗ്രാഫിലേക്ക് പ്ലോട്ട് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വാല്യൂസ് പ്ലോട്ട് ചെയ്തിട്ട് അതനുസരിച്ച് നമ്മൾ കർവ് വരച്ചപ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലായി? ഇപ്പോൾ ഇതിൽ വാല്യൂസ് പ്ലോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ഇത് ഡൗൺ ആവുന്നതിനനുസരിച്ച് നമ്മളുടെ ഈ ഫാക്ടർ ഇൻക്രീസ് ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. കാരണം ഈ ഫാക്ടർ നമ്മൾ ഫാക്ടർ വൈ സാക്രിഫൈസ് ചെയ്യുന്നതനുസരിച്ച് നമ്മളുടെ ഫാക്ടർ എക്സ് നമ്മൾക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത് തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഇൻവേഴ്സ് റിലേഷനാണ് അല്ലെങ്കിൽ നെഗറ്റീവ് റിലേഷനാണ്. അപ്പോൾ നെഗറ്റീവ് റിലേഷൻ്റെ കേസിൽ നമ്മൾ കർവ് എങ്ങനെയായിരിക്കും വരുന്നത്? എപ്പോഴും ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും. സോ നമ്മൾ ഈ കർവും ഫോം ചെയ്തപ്പോൾ ഈ കർവ് എങ്ങനെയാണ് വന്നത്? ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിട്ടുള്ള കർവാണ് നമ്മൾക്ക് കിട്ടിയത്. ഇനി നമ്മൾ ഈ കർവ് ഇപ്പം നമ്മൾ വരച്ചപ്പോൾ നമ്മൾ ഈ ഐസോകോൺ കർവ് അല്ലെങ്കിൽ ഈ കർവ് നമ്മൾ പ്ലോട്ട് ചെയ്ത് വരച്ചപ്പോൾ നമ്മൾക്ക് ഇതിൽ നിന്ന് എന്തൊക്കെയാണ് മനസ്സിലായത്? അപ്പോൾ ഈ കർവിൽ നമ്മൾ മാർക്ക് ചെയ്തേക്കുന്ന എന്തൊക്കെയാണ്? നമ്മളുടെ ഫസ്റ്റ് കോമ്പിനേഷൻ 12 യൂണിറ്റ്സ് ഓഫ് ഫാക്ടർ എക്സും 12 യൂണിറ്റ്സ് ഓഫ് ഫാക്ടർ വൈയും 1 യൂണിറ്റ് ഓഫ് ഫാക്ടർ എക്സും ഉള്ള ഒരു കോമ്പിനേഷൻ അതിവിടെ വരുന്നു. ദെൻ നമ്മുടെ സെക്കൻഡ് കോമ്പിനേഷൻ ഇവിടെ വരുന്നു. സെക്കൻഡ് കോമ്പിനേഷനിൽ ഫാക്ടർ വൈയുടെ 8 യൂണിറ്റ്സും ഫാക്ടർ എക്സിൻ്റെ 2 യൂണിറ്റ്സും വരുന്നുണ്ട്. പിന്നെ നമ്മുടെ തേർഡ് കോമ്പിനേഷൻ ഇവിടെ വരുന്നുണ്ട്. അതിൽ എത്രയാണ് വരുന്നത്? 5 യൂണിറ്റ്സ് ഓഫ് ഫാക്ടർ വൈ ആൻഡ് 3 യൂണിറ്റ്സ് ഓഫ് ഫാക്ടർ എക്സ്. സോ അങ്ങനെ നമ്മൾ എല്ലാം പോയിന്റ് മാർക്ക് ചെയ്തു. അതിൽ നമ്മൾ കർവ് വരച്ചു. നമുക്ക് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവാണ് കിട്ടിയത്. ഇനി കോൺവെക്സ് ടു ദ ഒറിജിൻ ഡ്യൂ ടു ദ ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ. ഇത് കോൺവെക്സ് ടു ദ ഒറിജിൻ ആണ്. എന്തുകൊണ്ടാണ്? ഇതിൻ്റെ റീസൺ എന്താണ്? MRTS ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ. അത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ടോ ഏതെങ്കിലും പോയിന്റിൽ? ഇല്ല, പോയിന്റിലൊന്നും ഇത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നില്ല. The combinations lying on an isocon curve will give the producer the same level of output. ഇതിൽ നമ്മൾ എവിടെ നോക്കിയാലും ഏത് കോമ്പിനേഷൻ നമ്മൾ ചൂസ് ചെയ്താലും ഇതിൽ കിട്ടുന്ന റിസൾട്ട് എത്രയായിരിക്കും? സെയിം യൂണിറ്റ്സ് ഓഫ് ഔട്ട്പുട്ട് ആയിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ 100 യൂണിറ്റ്സ് ആണെങ്കിൽ നമ്മൾ ഇതേത് കോമ്പിനേഷൻ നോക്കിയാലും ഇതിലെല്ലാം നമ്മൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 100 യൂണിറ്റ്സ് തന്നെ ആയിരിക്കും. ഇനി നമ്മൾക്ക് ഇതിൽ നിന്ന് മനസ്സിലായ കുറച്ച് പോയിന്റ്സ് ഇപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞത് തന്നെയാണ്, എന്നാലും ഒന്നും കൂടെ നമുക്ക് നോക്കാം. നമ്മൾക്ക് ഏതൊക്കെ രീതിയിലാണ് വന്നത്? ഇൻവേഴ്സ് റിലേഷൻ ആണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. പിന്നെ
ഈ കർവിൽ നമുക്ക് കിട്ടുന്ന ഏത് കോമ്പിനേഷൻ ചൂസ് ചെയ്താലും നമുക്ക് സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട് തന്നെയാണ് കിട്ടുന്നത്. ഔട്ട്പുട്ട് എത്ര ക്വാണ്ടിറ്റി ആണോ ആ സെയിം ക്വാണ്ടിറ്റി തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഇത് കോൺവെക്സ് ടു ദ ഒറിജിൻ ആണ്. അതിൻ്റെ കാരണം എന്താണ്? നമ്മളുടെ MRTS. ഇനി ഇതെവിടെയെങ്കിലും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല, എങ്ങും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഇത് രണ്ട് ആക്സിസിലും ടച്ച് ചെയ്യുന്നും ഇല്ല. അതെന്തുകൊണ്ടാണ് രണ്ട് ആക്സിസിലും ടച്ച് ചെയ്യാത്തതെന്ന് വെച്ചാൽ, ഇപ്പോൾ എക്സാമ്പിള് ഇവിടെ ഒരു പോയിന്റിൽ ഇത് വന്ന് ഇവിടെ ഇങ്ങനെ ടച്ച് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ടച്ച് ചെയ്താൽ അതിൻ്റെ മീനിങ് എന്താണ്? നമ്മൾക്ക് ഒരു ഫാക്ടർ 12 യൂണിറ്റ്സ് വേണം, മറ്റേ ഫാക്ടർ 0 മതി. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ലേബറും ക്യാപിറ്റലും ആണെങ്കിൽ നമ്മൾക്ക് 12 യൂണിറ്റ്സ് ഓഫ് ലേബർ വേണം, പക്ഷേ ക്യാപിറ്റൽ 0 മതി. അത് പറ്റുമോ? പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇത് ഏതെങ്കിലും ആക്സിസിൽ ഇൻ്റർസെക്റ്റ് ചെയ്താൽ അതിൻ്റെ മീനിങ് എന്താണ്? നമ്മൾക്ക് ഒരു ഫാക്ടർ 0 മതി. അങ്ങനെ ഒരു ഫാക്ടർ 0 വെച്ചിട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ? 12 ലേബേഴ്സ് ഉണ്ട്, പക്ഷേ ക്യാപിറ്റൽ ഒന്നുമില്ല, ക്യാപിറ്റൽ 0 ആണ്. അങ്ങനെ നമുക്ക് പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഒരു സ്ഥലത്തും ഒരു ആക്സിസിലും എക്സ് ആക്സിസിലും വൈ ആക്സിസിലും ഇത് ടച്ച് ചെയ്യുന്നില്ല. അപ്പം നമ്മൾക്ക് ഐസോകോൺ എന്താണെന്ന് മനസ്സിലായി, ഐസോകോൺ കർവ് എന്താണെന്ന് മനസ്സിലായി. നമ്മൾ വേരിയസ് കോമ്പിനേഷൻസ് നമ്മളുടെ ഇതിൽ പ്ലോട്ട് ചെയ്യുവാണ്. അതായത് നമ്മൾ ഫോം ചെയ്തിട്ട് അതിൽ നമ്മൾ പ്ലോട്ട് ചെയ്ത് നമ്മൾ നോക്കുവാണ്. ഇതിൽ നമുക്ക് ലീസ്റ്റ് കോസ്റ്റിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് ഡിസൈർഡ് ക്വാണ്ടിറ്റി ലീസ്റ്റ് കോസ്റ്റിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്. അപ്പോൾ നമ്മൾ വേരിയസ് ഓപ്ഷൻസ് അല്ലെങ്കിൽ വേരിയസ് കോമ്പിനേഷൻസ് നമ്മളതിൽ പ്ലോട്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾക്ക് അതിൽ നിന്ന് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ ഐസോ കോസ്റ്റ് അല്ലെങ്കിൽ ഈക്വൽ കോസ്റ്റ് ലൈൻ എന്താണെന്നാണ് അടുത്തത് നോക്കാൻ പോകുന്നത്. ഐസോ കോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ആവശ്യമായ കോമ്പിനേഷൻസ് നമ്മൾ നോക്കുവാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയാം. ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നു, നിങ്ങൾക്ക് ഇപ്പോൾ ഇതൊരു ഫസ്റ്റ് കർവാണെന്ന് വിചാരിക്കാം. ഈ കർവിൽ നമ്മൾ ഐസോകോൺ കർവ് 1 എന്ന് പേരിട്ടു, ഇത് ഐസോകോൺ കർവ് 2, ഇത് 3, IQ കർവ് 3. അപ്പോൾ ഇതിൽ നമുക്ക് 100 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാം, ഇതിൽ 200 യൂണിറ്റ്സ്, ഇതിൽ 300 യൂണിറ്റ്സ്. അങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് വിചാരിക്കാം. നിങ്ങളാണ് പ്രൊഡ്യൂസർ. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കർവ് ഇൻക്രീസ് ചെയ്തുകൊണ്ട് പൊക്കൂടെ? അപ്പോൾ ഇവിടെ എത്തുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? മാഡം എന്തെന്നാണ് ഈ പറയുന്നത്? കാരണം ഞങ്ങളുടെ കയ്യിൽ ആകെ 1000 റുപ്പീസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഇൻക്രീസ് ചെയ്ത് പോകുന്നതിനനുസരിച്ച് ഫാക്ടേഴ്സ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, അതനുസരിച്ച് കോസ്റ്റും കൂടുന്നില്ലേ? അപ്പോൾ അങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റുമോ? ഇല്ല. ഞങ്ങളുടെ കയ്യിലാകെ 1000 റുപ്പീസേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മാഡം 10,000 റുപ്പീസ് സ്പെൻഡ് ചെയ്യുന്ന കാര്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് എങ്ങനെ സ്പെൻഡ് ചെയ്യാൻ പറ്റും? കയ്യിലുള്ളതല്ലേ സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അവിടെയാണ് നമ്മുടെ ഐസോ കോസ്റ്റ് അല്ലെങ്കിൽ ഈക്വൽ കോസ്റ്റ് ലൈൻസ് നമ്മൾ നോക്കുന്നത്. കാരണം ഐസോ കോസ്റ്റ് ലൈൻ, ഓൾസോ നോൺ as the budget line or the budget constraint line, shows the various alternative combinations of two factors which the firm can buy with given outlay. അവരുടെ കയ്യിൽ എത്ര സ്പെൻഡ് ചെയ്യാൻ എമൗണ്ട് ഉണ്ട്, അല്ലെങ്കിൽ എത്ര എക്സ്പെൻസ് ചെയ്യാനായിട്ട് അവരുടെ കയ്യിൽ ക്യാഷ് ഉണ്ട്, അവരുടെ കയ്യിൽ ഫണ്ട് ഉണ്ട്, അതനുസരിച്ചുള്ള ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തല്ലേ അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ചുമ്മാ അങ്ങ് ഇൻക്രീസ് ചെയ്ത് നമ്മളുടെ IQ കർവ് ഇൻക്രീസ് ചെയ്തുകൊണ്ട് പോയി കൂടുതൽ ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ അവർക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താണ്? ഫണ്ടിൻ്റെ ബേസ് ചെയ്തേ നമ്മൾക്കത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നമ്മൾ വേരിയസ് ഐസോകോസ്റ്റ് ലൈൻസ് റെപ്രസെൻറ്റിംഗ് ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ഓഫ് ഫാക്ടേഴ്സ് വിത്ത് ഡിഫറെൻറ്റ് ഔട്ട്ലേസ്. നമ്മൾ ഈ കേസിൽ പല ഐസോകോസ്റ്റ് ലൈൻസ് നമ്മൾ മാർക്ക് ചെയ്യുവാണ്. അതായത് പലതിനും പല കോസ്റ്റാണ് വരുന്നത്. എന്നിട്ട് നമ്മൾക്ക് ഇതിൽ നിന്ന് നമ്മളുടെ ഒപ്റ്റിമം റിസൾട്ട് കിട്ടുന്നതാണ് കണ്ടുപിടിക്കേണ്ടത്. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇത്രയുമാണ് നിങ്ങളുടെ കയ്യിലുള്ള ഫണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എവിടം വരെ പോകാൻ പറ്റും? മാക്സിമം ഈ ലെവൽ വരെ നിങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ. ഈ ലൈൻ ടച്ച് ചെയ്ത് കഴിഞ്ഞ് ഇതിൻ്റെ ഇപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്ത് കൂടുതൽ ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്ത് വേറെ കർവ് ഫോം ചെയ്ത് പൊക്കൂടെയും ചോദിച്ചാൽ അങ്ങനെ പോകാൻ പറ്റുമോ? പറ്റില്ല. കാരണം നിങ്ങളുടെ കയ്യിൽ ഈ ലെവലിൽ മാത്രമേ ക്യാഷ് ഉള്ളൂ. അപ്പം മാക്സിമം നിങ്ങൾ പോവുകയാണെങ്കിൽ ഈ ലെവൽ വരെ എത്തി നിൽക്കാനേ പറ്റുള്ളൂ. ഈ ഒരു പോയിന്റിൽ വരെ നിങ്ങൾക്ക് എത്താനേ സാധിക്കുള്ളൂ. അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഫോം ചെയ്ത് പോകാനായിട്ട് പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഐസോകോസ്റ്റ് ലൈൻസ് ഫോം ചെയ്തിട്ട് നമ്മളുടെ ഐസോ കോസ്റ്റും ഐസോ കോണ്ടും കൂടെ മാച്ച് ചെയ്യുന്ന ലെവൽ ഏതാണോ ആ ലെവലാണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത്. എന്തുകൊണ്ടാണ്? ആ ലെവലാണ് നമ്മുടെ പ്രൊഡ്യൂസർക്ക് പ്രൊഡക്ഷൻ ഒപ്റ്റിമൈസേഷന് ഹെൽപ്പ് ചെയ്യുന്നത്. മാക്സിമം ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനും പറ്റും, ലീസ്റ്റ് കോസ്റ്റിൽ കയ്യിലുള്ള ബഡ്ജറ്റിൽ പ്രൊഡ്യൂസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ ആ ഒരു പോയിൻ്റാണ്. സോ ഐസോകോൺസ്
which represents the technical conditions of production for a product, and ISO cost lines which represents various levels of cost of outlay given the prices of two factors can help the firm to optimize its production. ഫേമിന് പ്രൊഡക്ഷൻ ഒപ്റ്റിമൈസേഷൻ ചെയ്യണമെങ്കിൽ എന്ത് വേണം? അവർക്ക് ആവശ്യമുള്ള ഡിസൈഡ് ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനും പറ്റണം, പ്ലസ് അത് ലീസ്റ്റ് കോസ്റ്റിൽ ചെയ്യാനും പറ്റണം, അവരുടെ ബഡ്ജറ്റിൻ്റെ അകത്ത് നിന്ന് ചെയ്യാനും പറ്റണം. മനസ്സിലായില്ലേ? അപ്പം നമ്മളിങ്ങനെ പല പ്രൊഡക്റ്റ് ലൈൻ പല ഐസോ കോസ്റ്റ് ലൈൻ അല്ലെങ്കിൽ നമ്മുടെ ബഡ്ജറ്റ് ലൈൻ ഫോം ചെയ്തിട്ട് ഇതിൽ നമ്മൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ഏതാണോ അതാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഏറ്റവും സ്യൂട്ടബിൾ ഏതാണെന്ന് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? നമ്മളുടെ ഐസോ കോസ്റ്റ് ആൻഡ് ഐസോ കോണ്ട് മാച്ച് ചെയ്യുന്ന പോയിന്റ് ഏതാണോ അതാണ് നമ്മളുടെ ഒപ്റ്റിമം റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന പോയിന്റ്. സോ ഇത് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ളത് തന്നെയാണ്. നിങ്ങൾക്ക് ടെക്സ്റ്റ് വായിക്കുമ്പോൾ ഡൗട്ട് തോന്നാതിരിക്കാനാണ് ഞാൻ ആ പോയിന്റ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. It may try to minimize its cost for producing a given level of output, or it may try to maximize the output for a given cost or outlay. അതായത് നോർമലി ഒരു ഫേം എങ്ങനെയാണ് ചെയ്യുന്നത്? ഒന്നുകിൽ അവർക്ക് ആവശ്യമുള്ള ഒരു ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി അത് മിനിമം കോസ്റ്റിൽ ആ ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നോക്കും. അതായത് 100 യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതെങ്കിൽ 30 രൂപയ്ക്കും 100 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാം, 40 രൂപയ്ക്കും പ്രൊഡ്യൂസ് ചെയ്യാം, 50 രൂപയ്ക്കും പ്രൊഡ്യൂസ് ചെയ്യാമെങ്കിൽ നമ്മൾ ഏത് രീതിയിൽ വരുന്ന കോസ്റ്റിൽ പ്രൊഡ്യൂസ് ചെയ്യാനാണ് നോക്കുന്നത്? 30 റുപ്പീസിന് പ്രൊഡ്യൂസ് ചെയ്യാനേ നമ്മൾ ട്രൈ ചെയ്യുള്ളൂ. കാരണം എന്താണ്? അതാണ് ലീസ്റ്റ് കോസ്റ്റ്. അപ്പോൾ ഒന്നുകിൽ അങ്ങനെ അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എന്താണ്, ഇറ്റ് മേ ട്രൈ ടു മാക്സിമൈസ് ദ ഔട്ട്പുട്ട് ഫോർ എ ഗീവൺ കോസ്റ്റ്. അതായത് 50 റുപ്പീസ് ഞാൻ കോസ്റ്റ് സ്പെൻഡ് ചെയ്യാൻ റെഡിയാണ്, അല്ലെങ്കിൽ 50 റുപ്പീസാണ് എൻ്റെ കയ്യിലുള്ളത് സ്പെൻഡ് ചെയ്യാനായിട്ട്. എനിക്ക് പ്രൊഡ്യൂസ് ചെയ്യേണ്ട ക്വാണ്ടിറ്റി ആ 50 റുപ്പീസിന് എനിക്ക് മാക്സിമം എത്ര ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും? അപ്പോൾ 50 റുപ്പീസ് ഞാൻ കോസ്റ്റ് സ്പെൻഡ് ചെയ്യുമ്പോൾ എനിക്ക് 300 യൂണിറ്റ്സും പ്രൊഡ്യൂസ് ചെയ്യാൻ വേണമെങ്കിൽ 100 യൂണിറ്റ്സും പ്രൊഡ്യൂസ് ചെയ്യാം, 200 യൂണിറ്റ്സും പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ ഏത് ചൂസ് ചെയ്യും? 300 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. കാരണം എന്താണ്? ഞാൻ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ടിന് മാക്സിമം ക്വാണ്ടിറ്റി എനിക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് അതാണ്. If the firm has already decided about the level of output to be produced, then the question is with which factor combination the firm should try to produce the pre-decided level of output. ഫേം അവർക്ക് വേണ്ട ഒരു ക്വാണ്ടിറ്റി ഡിസൈഡ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഇപ്പം ഇന്നത്തെ ദിവസം എനിക്ക് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് 1000 യൂണിറ്റ്സ് ആണ്. അത് ഞാൻ ഡിസൈഡ് ചെയ്തിട്ടുണ്ട് 1000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന്. സോ നെക്സ്റ്റ് ഞാൻ നോക്കുന്നത് എന്താണ്? ആ 1000 യൂണിറ്റ്സ് എനിക്ക് ഏറ്റവും ലീസ്റ്റ് കോസ്റ്റിൽ എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും? ദ ഫേം വിൽ ട്രൈ ടു യൂസ് ദ ലീസ്റ്റ് കോസ്റ്റ് കോമ്പിനേഷൻ ഓഫ് ഫാക്ടേഴ്സിൻ്റെ ഏറ്റവും ലീസ്റ്റ് കോമ്പിനേഷനിൽ എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നതാണെന്നാണ് അടുത്തത് നോക്കുന്നത് ആ പ്രൊഡക്ഷൻ ഫേം. The least cost combination of factors can be found by superimposing the isocon that represents the pre-decided level of output on isocost line. നമ്മുടെ ഐസോകോണ്ടും ഐസോകോസ്റ്റും കൂടെ മാച്ച് ചെയ്യുന്നത് എവിടെയാണോ അവിടെയാണ് നമ്മൾ ഒപ്റ്റിമൈസേഷന് വേണ്ടി അല്ലെങ്കിൽ നമുക്ക് ലീസ്റ്റ് കോസ്റ്റിൽ നമുക്ക് ആവശ്യമുള്ള പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതായിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നത്. സോ നമുക്ക് നമ്മുടെ ലീസ്റ്റ് കോസ്റ്റ് കോമ്പിനേഷൻ ഓഫ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് ഇക്വിലിബ്രിയം എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. നമുക്കത് എങ്ങനെയാണ് മനസ്സിലാവുന്നത്? നമ്മൾ പല ലൈൻസ് ഇവിടെ വരച്ചിട്ടുണ്ട്. ഐസോ കോസ്റ്റ് ലൈൻ, ഇത് 1, ഇത് 2, 3, 4. നമ്മൾ ലൈൻസ് ഇങ്ങനെ 1, 2, 3, 4 ലൈൻസ് നമ്മൾ വരച്ചിട്ടുണ്ട്. ഈ പല കോസ്റ്റ് ലൈൻസ് നമ്മൾ വരച്ചേക്കുന്നതിൽ നമ്മൾ ഐസോകോൺ കർവ് മാർക്ക് ചെയ്തപ്പോൾ നമ്മളുടെ പ്രൊഡ്യൂസേഴ്സ് ഇക്വിലിബ്രിയം വന്ന പോയിന്റ് ഏതാണ്? ഈ സി എന്ന് പറഞ്ഞ പോയിന്റിലാണ് നമ്മൾക്ക് പ്രൊഡ്യൂസേഴ്സ് ഇക്വിലിബ്രിയം വന്നത്. അതായത് ഈ രീതിയിൽ നമ്മൾ ഫാക്ടർ എക്സും ഫാക്ടർ വൈയും കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യുമ്പോൾ നമ്മളുടെ കോമ്പിനേഷൻ ഈ രീതിയിൽ എത്തുമ്പോഴാണ് പ്രൊഡ്യൂസർക്ക് ഏറ്റവും ബെനിഫിഷ്യലായ രീതിയിൽ ആവശ്യമുള്ള യൂണിറ്റ്സ് ബഡ്ജറ്റിനകത്ത് നിന്നുകൊണ്ട് ലീസ്റ്റ് കോസ്റ്റിൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ എന്തുകൊണ്ടാണ് എയും ബിയും അല്ലെങ്കിൽ ഡി ഈ പോയിന്റ്സ് ചൂസ് ചെയ്യാതിരുന്നത്? കാരണം നിങ്ങൾ നോക്കൂ, ഇതെല്ലാം അതിൻ്റെ ബഡ്ജറ്റ് ലൈനിൻ്റെ പുറത്തേക്കാണ് പോകുന്നത്. ഇപ്പോൾ ഇവിടുന്ന് നമ്മൾക്ക് ഇത്രയും വരെയാണ്, ഇവിടെയാണ് നമ്മളുടെ പോയിന്റ് ഇൻ്റർസെക്റ്റ് ചെയ്തത്. ഐസോ കോസ്റ്റ് ലൈനും നമ്മുടെ ഐസോകോൺ കർവും കൂടി ഇൻ്റർസെക്റ്റ് ചെയ്തത് ഈ ഒരു പോയിന്റിലാണ്. സോ ഇതാണ് നമ്മൾക്ക് മീൻസ് നമ്മുടെ പ്രൊഡ്യൂസർക്ക്, ഇതാണ് പ്രൊഡ്യൂസർക്ക് ബെസ്റ്റ് റിസൾട്ട്, അതായത് ബെസ്റ്റ് കോമ്പിനേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഇതാണ്. ബാക്കി നമ്മൾ ഈ ഫാക്ടേഴ്സൊക്കെ ആണെങ്കിൽ അതിൽ ബഡ്ജറ്റിൻ്റെ പുറത്ത് പോകുന്നു. കാരണം ഇത്രയൊന്നും ബഡ്ജറ്റ് നമ്മുടെ കയ്യിൽ സ്പെൻഡ് ചെയ്യാനില്ല. ഇവിടേക്ക് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും
നമ്മളുടെ ബഡ്ജറ്റിന് വെളിയിലാണ് ഈ 4 പോയിൻറ്റ്സും പോകുന്നത്. സോ നമ്മുടെ പ്രൊഡ്യൂസർ അപ്പോൾ ഏത് ചൂസ് ചെയ്യും? നമ്മുടെ പ്രൊഡ്യൂസർ ചൂസ് ചെയ്യുന്നത് ഈ സി എന്ന് പറഞ്ഞ പോയിൻ്റാണ്. കാരണം അതാണ് ബെസ്റ്റ് റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഏത് പോയിൻ്റാണ്? ടാൻജൻസി പോയിൻ്റ് ഓഫ് ദ ഗീവൺ ഐസോകോൺ വിത്ത് ഐസോ കോസ്റ്റ് ലൈൻ. നമ്മുടെ ഐസോ കോസ്റ്റും ഐസോകോണും കൂടെ മാച്ച് ചെയ്യുന്ന പോയിന്റ് ഏതാണോ അതാണ് പ്രൊഡ്യൂസർ ചൂസ് ചെയ്യുന്നത്. ആ കോമ്പിനേഷൻ യൂസ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യാനാണ് പ്രൊഡ്യൂസർ ഇഷ്ടപ്പെടുന്നത്. കാരണം എന്തുകൊണ്ടാണ്? അത് പ്രൊഡ്യൂസേഴ്സ് ഇക്വിലിബ്രിയത്തിന് ഹെൽപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സിന് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. അവർക്ക് ആവശ്യമുള്ള റിസൾട്ടും കിട്ടുന്നു, ആവശ്യമുള്ള ഔട്ട്പുട്ട് കിട്ടുന്നു. മിനിമം കോസ്റ്റിൽ അവരുടെ ബഡ്ജറ്റിനകത്ത് നിന്നുകൊണ്ട് തന്നെ അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് വീഡിയോ. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് അടുത്ത ടോപ്പിക്കായിട്ട് കാണാം. അതുവരെ താങ്ക് യു വെരി മച്ച്.